ഹലോ ഓൾ. നമ്മള് മനസ്സിൽ എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, അതിലൂടെ നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് നമ്പർ 2 ആണ്. പാർട്ട് 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സംഗതിയാണ് നമ്മളെ മനസ്സ് എന്നുള്ളത് വലിയൊരു ഭാഗം സബ് കോൺഷ്യസ് മൈൻഡ് ആണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് കോൺഷ്യസ് എന്നുള്ളത്. സോ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീവയറിംഗ് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ആൻഡ് റിലീസ് നെഗറ്റീവ് ഇമോഷൻസ് ദാറ്റ് ബ്ലോക്ക് പോസിറ്റീവ് ചേഞ്ചസ്. അതായത് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കെ തന്നെ നമ്മളെ ചില ഫാൾസ് ആയിട്ടുള്ള ബിലീഫ്സും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അത് റിലീജിയസ് ബേസ്ഡ് ഉണ്ടാവും, അല്ലാതെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് മുഖാന്തരവും നമ്മളെ ഫാമിലി മുഖാന്തരവും അല്ലെങ്കിൽ നമ്മളെ കൾച്ചർ മുഖാന്തരവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ടാവും. ഈ ബിലീഫ്സ് എന്ത് ചെയ്യണം, നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് എന്ത് ചെയ്യണം, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, അതിനെ പിടിച്ചു വെക്കുന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ മറ്റൊന്നാണ് പ്രാക്ടീസ് ഡീപ് ബ്രീത്തിങ്. അതായത് നമ്മൾ നമ്മളെ നെർവസ് സിസ്റ്റം ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 32,000 മുതൽ 72,000 ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചിന്തകളിലേക്ക് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ നെർവസ് സിസ്റ്റം ഒന്ന് കാമാക്കിയിട്ട് ഒന്ന് ഡൗൺ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഡീപ്പായിട്ടുള്ള ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും, ഒന്ന് കാം ആവുന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് വരുന്നത് ക്രിയേറ്റ് സ്മോൾ ആൻഡ് കൺസിസ്റ്റന്റ് ആക്ഷൻസ് ടു റീഇൻഫോഴ്സ് ന്യൂ തോട്ട് പാറ്റേൺസ്. അതായത് നമ്മൾ ചെറുതാണെങ്കിൽ കൂടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എന്ത് ചെയ്യാം, എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ തോട്ട്സ് പാറ്റേണിൽ ചേഞ്ച് വരുത്തുന്ന രീതിയിൽ. ഇപ്പം എനിക്ക് ഇത്ര മാത്രമേ കഴിവുണ്ടാവൂ അല്ലെങ്കിൽ കഴിവുള്ളൂ എന്നുള്ളൊരു ബിലീഫ് ഉള്ള ഒരാൾ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു തോട്ട് പാറ്റേൺ, എന്നെ കൊണ്ട് ഇത്ര മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട് പാറ്റേൺ എന്ത് ചെയ്യാം, മെല്ലെ 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 ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 വഴികളാണ്. അതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വഴികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, എങ്ങനെ ഒരു ടീമിന്റെ ഫോളോ അപ്പോട് കൂടി നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ടീം MJM കണ്ടക്ട് ചെയ്യുന്ന ഡയമണ്ട് മൈൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.